സങ്കല്പിക്കുക. ചുറ്റും കണ്ണീർ വാതകത്തിന്റെ പുക, പോലീസിന്റെ ലാത്തിയടിയും ബഹളവും. ജക്കാർത്തയിലോ ഫ്രാൻസിലോ ചിലിയിലോ ഒക്കെ നടക്കുന്ന ഒരു തെരുവ് യുദ്ധം. ഇതിനിടയിൽ ഒരു പതാക ഉയരുകയാണ്. അതൊരു രാജ്യത്തിന്റെ കൊടിയല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നവുമല്ല. ഇന്തോനേഷ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ കൊടി നിരോധിച്ചു. പലർക്കും മനസ്സിലായില്ല. നന്നായി ശ്രദ്ധിച്ചാൽ കാണാം, കറുത്ത തുണിയിൽ വരച്ചു വെച്ചിരിക്കുന്ന വൈക്കോൽ തൊപ്പിവെച്ച ഒരു തലയോട്ടിയുടെ ചിത്രമാണ്. കാണുന്നവർക്ക് ഇതൊരു തമാശയായി തോന്നാം. ഈ കലാപത്തിന്റെ ഇടയിലാണോ പിള്ളേരുടെ കാർട്ടൂൺ കളി എന്ന് ആരും ചോദിച്ചു പോകും. പക്ഷേ ആ പുകമറയ്ക്കുള്ളിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് അതൊരു തമാശയായിരുന്നില്ല. അതൊരു യുദ്ധ പ്രഖ്യാപനമായിരുന്നു. അവർ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു, ജോയ് ബോയ് തിരിച്ചു വന്നു. കഴിഞ്ഞ 27 വർഷമായി വൺ പീസ് എന്ന ജാപ്പനീസ് ആനിമേഷൻ സീരീസ് ലോകം മുഴുവൻ തരംഗമാണ്. നിധി തേടി പോകുന്ന ലൂഫി എന്ന റബ്ബർ പയ്യന്റെ കഥയാണെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വെറും തല്ലും പിടിയും തമാശയും മാത്രമല്ല. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാഠമായിരുന്നു അത്. കടൽ കൊള്ളക്കാരുടെ കഥ, യാത്ര ഒരു രാഷ്ട്രീയമായ കഥ. കഥയിലെ വില്ലൻ ഒരു വ്യക്തിയല്ല, വേൾഡ് ഗവൺമെന്റ് എന്ന വമ്പൻ ഭരണകൂടമാണ്. സത്യങ്ങൾ കുഴിച്ചു മൂടിയും ചരിത്രം തിരുത്തി എഴുതിയും ജനങ്ങളെ അടിമയാക്കിയും ഭരിക്കുന്നവർ. ഇന്നത്തെ തലമുറ ഈ കഥയിൽ കാണുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ തിരുത്തപ്പെടുന്നു, ഇന്റർനെറ്റ് നിയന്ത്രിക്കപ്പെടുന്നു, വമ്പൻ മുതലാളിമാർക്ക് വേണ്ടി സാധാരണക്കാർ ചവിട്ടി മെതിക്കപ്പെടുന്നു. ഇതിനെതിരെ ശബ്ദിക്കാൻ അവർക്ക് പഴയ മുദ്രാവാക്യങ്ങൾ പോരാ. അവർക്ക് വേണ്ടത് നായകൻ ലൂഫിയുടെ ആവേശമാണ്. വില്ലന്മാർക്ക് അഥവാ വേൾഡ് ഗവൺമെന്റ് പറഞ്ഞു പഠിപ്പിച്ച വില്ലന്മാർ നായകന്മാരാകുന്ന കഥ. അധികാരവർഗത്തിന് ഏറ്റവും പേടിയുള്ളത് ജനങ്ങളുടെ സന്തോഷത്തെയാണ്. എനിക്ക് ആരെയും ഭരിക്കേണ്ട, ഈ കടലിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളവനാവണം എന്നാണ് ലൂഫി പറയുന്നത്. ഈ ചിന്തയാണ് ഇന്നത്തെ യുവത്വത്തെ ത്രില്ലടിപ്പിക്കുന്നത്. ഡിപ്രഷനും കാലാവസ്ഥാ മാറ്റങ്ങളും നൽകുന്ന പേടിയുടെ ലോകത്ത് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പോരാടുക എന്നത് ചെറിയ കാര്യമല്ല. അടിച്ചമർത്തലുകളുടെയും ഭാരമില്ലാത്ത കുട്ടികളെ പോലെ നിഷ്കളങ്കമായി ചിരിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് അവന്റെ സ്വപ്നം. എയ്ജിറോ ഓഡ സൃഷ്ടിച്ച ഈ ലോകത്ത് ഭൂമിശാസ്ത്രം പോലും വർഗവിവേചനത്തിന്റെ പ്രതീകമാണ്. ലോകത്തെ രണ്ടായി വിഭജിക്കുന്ന റെഡ് ലൈൻ എന്ന വൻമതിൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അകലത്തെ കാണിക്കുന്നു. ഓടയുടെ രചനയുടെ മിടുക്ക് അടിച്ചമർത്തലിനെ വെറും ശാരീരികമായിട്ടല്ല, മറിച്ച് വിവരങ്ങളുടെ നിയന്ത്രണമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നതിലാണ്. ശത്രുവിന് മുന്നിൽ പോലും നൃത്തം ചെയ്യാനും ചിരിക്കാനും കഴിയുന്നവനെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരായുധത്തിനും കഴിയില്ലല്ലോ. അതുതന്നെയായിരിക്കാം യുവാക്കളുടെ ലോകത്തെ പറ്റിയുള്ള പ്രതീക്ഷയും.